സർവീസ് സ്കീമിന്റെ വോളണ്ടിയറാണ്. ഇതാണ് കൊക്കഡാമ. ഒരു ജാപ്പനീസ് കൃഷിരീതിയാണിത്. മോസ്ബോൾ അഥവാ പായൽപന്ത് എന്നാണ് ഇതിനർത്ഥം. വീടിനുള്ളിൽ അലങ്കാര ചെടികൾ വളർത്തുന്ന ഒരു രീതിയാണിത്. മഴക്കാലത്ത് മതിലുകളിലും മറ്റും പറ്റിപ്പിടിച്ച് വളരുന്ന പച്ചപ്പായൽ അഥവാ മോസ് ഉപയോഗിച്ചാണ് കൊക്കഡാമ നിർമ്മിക്കുന്നത്. കൊക്കഡാമ അഥവാ പായൽപന്ത് നിർമ്മിക്കാൻ ആദ്യമായി മതിലിൽ നിന്നും പായലുകൾ ചുരണ്ടിയെടുക്കുക. കത്തിയോ മറ്റോ ഉപയോഗിച്ച് പൊടിഞ്ഞു പോകാതെ ഇതുപോലെ കട്ടിയായി തന്നെ ചുരണ്ടിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും തുല്യ അളവിലെടുത്ത് കൂട്ടിക്കലർത്താം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുഴച്ചെടുക്കുക. ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ ലഭിക്കുന്നത് ചാണകപ്പൊടിയിൽ നിന്നാണ്. ചെടിക്ക് ആവശ്യമായ ഈർപ്പം നിലനിർത്തുന്നതിനാണ് ചകിരിച്ചോർ അഥവാ കോക്കനട്ട് ഹസ്ക് ഉപയോഗിക്കുന്നത്. കല്ലും കട്ടയും കളഞ്ഞെടുത്ത വളക്കൂറുള്ള മേൽമണ്ണാണ് ഇതിന് ഏറെ അനുയോജ്യം. ഈ മിശ്രിതം ഒരു ബോളായി ഉരുട്ടിയെടുക്കാൻ പാകത്തിലുള്ള വെള്ളം ചേർത്താൽ മതിയാകും. ഇനി ഇത് സാമാന്യം വലിപ്പമുള്ള ഒരു പന്ത് രൂപത്തിൽ ഉരുട്ടിയെടുക്കുക. ഈ പന്തിനുള്ളിൽ ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയ ശേഷം അതിലേക്ക് ചെടിയുടെ ചുവടുഭാഗം കുഴിച്ചു വയ്ക്കാം. അധികം വെയിൽ ആവശ്യമില്ലാത്ത ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇത്തരത്തിൽ നട്ടുപിടിപ്പിക്കേണ്ടത്. അധികമുള്ള വേരുകൾ മുറിച്ചു മാറ്റിയ ശേഷം ചെടി ഇതിലേക്ക് നട്ടുകഴിഞ്ഞാൽ ബോൾ ഒന്നുകൂടി ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് ഉടഞ്ഞു പോകാത്ത വിധത്തിൽ പച്ച നിറത്തിലോ കറുപ്പ് നിറത്തിലോ ഉള്ള തുണി കൊണ്ട് ബോൾ നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക. ചെറുതായി നീളത്തിൽ മുറിച്ച തുണിക്കഷ്ണങ്ങൾ കൊണ്ടാണ് ഇത് പൊതിയേണ്ടത്. തുണി ചേർത്ത് നൂലുപയോഗിച്ച് നന്നായി വരിഞ്ഞു കെട്ടുക. എവിടെയും മുഴച്ചിരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ചീകിയെടുത്ത പായൽ ചേർത്ത് ഉറപ്പിക്കുക. പച്ച നിറത്തിലുള്ള നൂൽ കൊണ്ട് കെട്ടി ഉറപ്പിക്കാം. ഇത്തരത്തിൽ പന്തിനെയാകെ മോസ് കൊണ്ട് പൊതിഞ്ഞ് നൂൽ കെട്ടി ഉറപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ മനോഹരമായ കൊക്കഡാമ റെഡിയായി കഴിഞ്ഞു. ഇൻഡോറിൽ വളർത്താവുന്ന CC പ്ലാന്റ്, മണി പ്ലാന്റ്, സ്പൈഡർ പ്ലാന്റ്, സിങ്കോണിയം തുടങ്ങിയ ചെടികൾ ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. കൊക്കഡാമ ചെറിയ പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് തൂക്കിയിടുകയോ സ്റ്റാൻഡുകൾ വെച്ചോ അകത്തളങ്ങളിൽ അലങ്കരിക്കാവുന്നതാണ്.